പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടന്നാൽ മതി എന്നൊരു ചിന്തയിലാണ് ഇന്നത്തെ യൂത്ത് മുഴുവനും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മാതാപിതാക്കളുടെയൊക്കെ ആ ചട്ടക്കൂട്ടിലോ അല്ലെ അധ്യാപകരുടെ ആ ചട്ടക്കൂട്ടിലോ ഒന്നും നിൽക്കാതെ ഫ്രീ ബേഡ്സായിട്ട് പോകുവാൻ സഞ്ചരിക്കുവാൻ അവസരം ലഭിക്കുകയും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. പിന്നെ നമുക്കിവിടെ നാട്ടിലൊരു തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കുറവും ഒക്കെ പല ഘടകങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വിദേശ സ്വപ്നങ്ങൾ തേടി നമ്മൾ അങ്ങോട്ട് പോയി ഇപ്പം സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കോളേജുകളിലൊന്നും കുട്ടികളില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് കേരളത്തിലെ തന്നെ പകുതി കോളേജുകളിലും അടച്ചു പൂട്ടേണ്ട അവസ്ഥയാണ് ഇന്ന് സജ്ജമാക്കിയിരിക്കുന്നത്. +2 കഴിയുമ്പം നല്ലൊരു ശതമാനം കുട്ടികളും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അത് നമ്മുടെ നാടിനെ ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇപ്പം തന്നെ പല വീടുകളിലും വൃദ്ധസദനമായി മാറുകയായി. ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പം പല കുടുംബങ്ങളും ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുവാൻ പോവുകയാണ് ഈ കൂട്ടത്തോടുള്ള പലായനം. കാരണം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോണ്ട്, അല്ലെങ്കിൽ ഏജൻസികളൊക്കെ പറയുന്നത് കേട്ടോണ്ട് വിദേശ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വപ്നലോകമാണ്, പണം ഇങ്ങനെ വാരിക്കൂട്ടാം എന്നൊക്കെയുള്ള വ്യാമോഹത്തിൽ നമ്മുടെ കുട്ടികൾ മാതാപിതാക്കളിൽ അമിതമായ പ്രഷർ ചെലുത്തി അവരുടെ സ്വൈര്യം കെടുത്തിയെന്ന് പറയാം. സ്വൈര്യം കെടുത്തി എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോകുമ്പം ഓരോ കുട്ടി പോകുമ്പോഴും ഒരു 25 ലക്ഷം രൂപയുടെയെങ്കിലും ബാധ്യത ആ കുടുംബത്തിന് വരുത്തി വെച്ചിട്ടാണ് പോകുന്നത്. അവരുടെ കൂടും കുടുക്കയും, അതായത് മുഴുവൻ കിടപ്പാടവും പണയപ്പെടുത്തിയിട്ടായിരിക്കും ഓരോ കുട്ടിയും പോകുന്നത്. ഇവിടെ വിടുന്ന ആൾക്കാർ പറയും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഡോളറിങ് വാരി എടുക്കാം, മാസം ഇത്ര രൂപ മീതി കിട്ടും, അന്നേരത്തേന് നമുക്ക് ലോണെല്ലാം റീപേ നടത്താം എന്ന്. പക്ഷെങ്കിൽ ഇന്ന് പോകുന്നതിൽ ഒരു 90% കുട്ടികൾക്കും അവിടെ പോയി ജോലി ചെയ്ത് റീപേയ്മെൻറ്റ് നടത്താൻ, ഈ ലോൺ റീപേ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. വിദേശത്തേക്ക് പോകണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി ആ പോക്ക് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കി കളയുവാനുള്ള ഒരു പോക്കാകരുത് എന്ന് മാത്രമേ എനിക്ക് എൻ്റെ കേൾക്കുന്ന കുട്ടികളോട്, വിദ്യാർത്ഥികളോട് പറയാനുള്ളൂ. അന്നേരം അതിന് പോകുമ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ഭവിഷ്യത്തുകളുടെ മെറിറ്റും ഡീമെറിറ്റും പലവട്ടം ചിന്തിച്ച് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കുവാൻ. പണ്ടൊക്കെ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെയേറെ പണം സമ്പാദിക്കാമായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇന്നിപ്പം ഭയങ്കരമായ ഒഴുക്കാണ്. ഇവരെ എല്ലാം ഉൾക്കൊള്ളുവാൻ ഇന്നത് ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല. പിന്നെ അവിടെ സ്റ്റുഡൻസ് വിസ നമുക്ക് തരുന്നത് നമ്മൾക്കെല്ലാവർക്കും ജോലി തരാൻ വേണ്ടിയല്ല. അത് മനസ്സിലാക്കണം. അവരുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും നിലനിൽക്കുവാൻ വേണ്ടി നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെന്നില്ല എങ്കിൽ, ഇന്ത്യക്കാർ കുട്ടികൾ ചെന്നില്ല എങ്കിൽ പല വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും അടച്ചുപൂട്ടേണ്ടി വരും. അത് കാരണം നമ്മുടെ ഇവിടുത്തെ കോളേജുകൾ പലതും അടച്ചുപൂട്ടി കുട്ടികളെല്ലാം അങ്ങോട്ട് പോവുകയും പിന്നെ അവർ തരുന്ന നമ്മളെ ആകർഷിക്കാൻ വേണ്ടി തരുന്ന ഒരു ചൂണ്ടയാണ് പാർട്ട് ടൈം ജോബ്. ഇപ്പം പല കുട്ടികളും ആദ്യം ചെന്നു ആദ്യത്തെ 1-2 വർഷക്കാലം കുറേ പൈസയൊക്കെ സ്വരൂപിക്കും. അത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നേരം അവർക്ക് വലിയ ചിലവില്ല. കാരണം ഹോസ്റ്റൽ ഫീസും ഫുഡിനുമുള്ളതെല്ലാം നമ്മൾ ആദ്യം ലോൺ എടുത്ത് അവർക്ക് പൈസ അടച്ചിട്ടാണ് ലോൺ എടുത്തോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തിലും എടുത്ത് അടച്ചിട്ടാണ്. 90% കുട്ടികളും പോകുന്ന ലോൺ എടുത്താണല്ലോ, അടച്ചിട്ടാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. അന്നേരം അക്കോമഡേഷൻ ഉണ്ട്, ഫുഡുണ്ട്, പിന്നെ ഈ പാർട്ട് ടൈം കിട്ടുന്ന പൈസ മീതിയാണ്. ഒരു ആഴ്ചയിൽ ഒരു കുട്ടിക്ക് 20 മണിക്കൂർ ജോലി ചെയ്യാം, $18-20 ലഭിക്കും. അതുകൂടാതെ ഇപ്പോൾ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ശമ്പളം കിട്ടും. അവധി ദിവസങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ശമ്പളം കിട്ടും. ഏർലി മോർണിംഗിൽ ഉള്ള ജോലിക്കൊക്കെ 4 ഇരട്ടി വരെയാണ് ശമ്പളം. ഏർലി മോർണിംഗിൽ പലപ്പോഴും ഈ ഫിഷറീസിലും ഒക്കെ
ഉള്ള ഫിഷറീസിലും മറ്റേ മീൻ കയറ്റി വിടുക, അങ്ങനെയൊക്കെയുള്ള ജോലികളെ, അല്ലെങ്കിൽ പശുവിനെ കറക്കല്, അതൊക്കെ മെഷീൻ ഉപയോഗിച്ചാണ്. പക്ഷേ അങ്ങനെയുള്ള ഫാമിലൊക്കെയുള്ള ജോലികൾക്കൊക്കെ ഏർലി മോർണിംഗിൽ 2 മണിയാകുമ്പോൾ ചെല്ലണം. അവിടെയൊക്കെ 4 ഇരട്ടി വരെ ശമ്പളം കിട്ടും. നമ്മുടെ കുട്ടികളൊക്കെ പോയി ഇങ്ങനെയൊക്കെ കുറേ പണമൊക്കെ ആ 1-2 വർഷം സ്വരൂപിക്കും, യാതൊരു സംശയവും ഇല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 2 വർഷത്തെ സ്റ്റുഡൻസ് വിസയാണ് നമുക്ക് കിട്ടുന്നത്. 2 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ 1 വർഷം കൂടെ വർക്ക് പെർമിറ്റ് കിട്ടും. അത് കഴിയുമ്പോൾ അവിടെ PR ലഭിച്ചില്ലെങ്കിൽ നമ്മളിങ്ങ് പോരണം, തിരിച്ചു പോരണം, അവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. പിന്നെ നിയമലംഘനമാണ്, പിടിച്ച അകത്തിടും. അപ്പോൾ അവിടെ PR കിട്ടിയില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചിങ്ങി പോരണം. ഇന്നത്തെ സംബന്ധിച്ചുള്ള കൊറോണയ്ക്ക് മുമ്പേ ഇപ്പം വിദേശ രാജ്യങ്ങളൊക്കെ, ഇപ്പം കാനഡയിലാണെങ്കിലും UK ജർമ്മനിയിലൊക്കെ ആണെങ്കിലും $1000 താമസിക്കാൻ സൗകര്യം കിട്ടുമായിരുന്നു എങ്കിൽ ഇന്ന് $3000 കൊടുത്താലോ $4000 കൊടുത്താലോ താമസിക്കാൻ സൗകര്യം കിട്ടാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലീവിങ് എക്സ്പെൻസ് 2-3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നതാണ് കാലഘട്ടത്തിൽ. നമ്മുടെ കുട്ടികൾക്ക് അന്നേരം തീർച്ചയായിട്ടും PR കിട്ടി നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് കിട്ടുന്ന അവിടെ പഠിച്ചു കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തിരിച്ചു വരണം. ആ സർട്ടിഫിക്കറ്റുകൾ പലതും ഇവിടെ വന്നാൽ യാതൊരുവിധ വിലയുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോഴത്തേക്കും ഈ 25 ലക്ഷം രൂപ ലോൺ എടുത്തത് അതൊരു 50 ലക്ഷം രൂപയിലേക്ക് മാറിയിരിക്കും. ഇപ്പം പല കുട്ടികൾക്കും നാട്ടിലേക്ക് തിരിച്ചു പോരാനും സാധിക്കത്തില്ല, അവിടെ നിൽക്കുവാനും സാധിക്കാതെ തെറ്റിൻ്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന, ഇല്ലീഗലായിട്ട് സഞ്ചരിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളെ നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും. അന്നേരം ആ ഒരു അവസ്ഥ വരാതെ ഇത് വലിയ ഈ സ്വപ്നഭൂമിയാണ് എന്നുള്ള ആ ചിന്ത മാറ്റിക്കളഞ്ഞിട്ട് റിയാലിറ്റി മനസ്സിലാക്കി വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കുവാൻ എന്ന കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ അർത്ഥം ആരും വിദേശത്തേക്ക് പോകരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പം, ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പം അത് അംഗീകാരമുണ്ടോ? അവിടുത്തെ യൂണിവേഴ്സിറ്റിയുള്ള റാങ്കിങ് എന്തൊക്കെയാണ്, സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ പഠിക്കുന്ന കോഴ്സുകൾക്ക് അവിടെ PR ലഭിക്കുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി വേണം നമ്മളെ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജിലോ സെലക്ട് ചെയ്യുവാൻ എന്ന കാര്യം ഓർക്കുക. ആ കോഴ്സ് കൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്രയോജനം കിട്ടുന്നത്, അവിടെ എടുക്കുന്ന കോഴ്സുകൾ നാട്ടിൽ തിരിച്ചു വന്നാലും ഇവിടെയും വിലയുള്ള കോഴ്സുകൾ എല്ലാം അങ്ങനെ ഇവിടെ വിലയില്ലാത്തതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്താൽ നാളെ അവിടെ ജോലി ഇല്ലെങ്കിൽ പോലും നമുക്ക് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മളെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അപ്പടി അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്ത് ഒരിക്കലും മുമ്പോട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.